കത്തിക്കൊണ്ടിരിക്കുന്ന തീയിനിടയിൽ കൂടെ ഒരു ഇലക്ട്രിക് വണ്ടിനെ കടത്തിവിട്ടാൽ എങ്ങനെയുണ്ടായിരിക്കും? ടാറ്റ അവരുടെ ഏറ്റവും പുതിയ പഞ്ച് EVനെ അവതരിപ്പിച്ച സമയത്ത് കാണിച്ച ഒരു വീഡിയോ ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പ്രൈസ് കുറച്ച് ബാറ്ററി പാക്ക് കൂട്ടി ഒരുപാട് മാറ്റങ്ങളോട് കൂടിയിട്ടാണ് ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് വന്നിരിക്കുന്നത്. അതായത് ടാറ്റ പഞ്ച് EV. അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രൈസ് കുറച്ചു ബാറ്ററി കൂട്ടി എന്ന് പറയുന്ന സമയത്ത് നേരത്തെ ഉണ്ടായിരുന്ന 35 kWh ബാറ്ററി പാക്ക് ഇപ്പം 40 kWh ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് കമ്പനി പറയുന്ന മൈലേജ്, അതായത് അറേ പ്രകാരം 468ഉം റിയൽ വേൾഡ് 355 km/h ചാർജുമാണ് റേഞ്ച് വരുന്നത്. ഇനി തൊട്ട് താഴെയുള്ള ബാറ്ററിയിലേക്ക് വരുമ്പോൾ നേരത്തെ 30 ഉണ്ടായിരുന്നു, അത് 35 ആക്കിയിട്ടുണ്ട്. അതിനകത്ത് 335 റിയൽ വേൾഡ് റേഞ്ച് കമ്പനി പറയുന്നത് എന്നുള്ളതാണ്. പിന്നെ ചാർജിങ്ങിനെ കുറിച്ചാണ് ഗംഭീര മാറ്റം കൊണ്ടുവന്നുള്ളത്. ഇവിടെയാണ് ശരിക്കും ചാർജിങ് പോർട്ട് വരുന്നത്. നേരത്തെ ഇപ്പോൾ ഫ്രണ്ട് നോക്കുന്ന സമയത്ത് കുറച്ച് മാറ്റങ്ങൾ ഫീൽ ചെയ്യും. അത് ആദ്യം പറയാം. ഒന്ന്, ഇവിടെ ഒരു എലമെന്റ് ഉണ്ടായിരുന്നത് റിമൂവ് ചെയ്തിട്ട് മൊത്തം ഒരു എലമെന്റ് ആക്കിയിട്ടുണ്ട്. DRLും അതുപോലെ തന്നെ ഹെഡ് ലാമ്പും ഒക്കെ ഏറെക്കുറെ സെയിം തന്നെയാണ്. ബമ്പറിന്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു പുതിയ ഫേസ് പോലെ ആക്ച്വലി നമുക്കിത് ഫീൽ ചെയ്യും. ഇതാണ് ചാർജിങ് പോർട്ട് എന്ന് ഞാൻ പറഞ്ഞു. ചാർജിങ്ങിൻ്റെ കാര്യത്തിൽ ഗംഭീരമായ ഒരു ചേഞ്ച് കൊണ്ടുവന്നേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 26 മിനിറ്റ് കൊണ്ട് 20 to 80% ഇത് ചാർജ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. പിന്നെ 15 മിനിറ്റ് കൊണ്ട് നമുക്കൊരു 135 കിലോമീറ്ററിൻ്റെ ഒരു എക്സ്ട്രാ ബൂസ്റ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലത്തെ 64 kWh ബാറ്ററി പാക്ക് ഉപയോഗിച്ചേ പറ്റുള്ളൂ. അതിപ്പോൾ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചായ കുടിക്കുന്ന സമയം, അപ്പോൾ നമ്മളൊരു ലോങ് ഡ്രൈവ് ഒക്കെ പോകുന്ന സമയത്ത് ഒരു ചായ കുടിക്കാനൊക്കെ ഇതേപോലത്തെ ഒരു ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്ത് നിർത്തിയാൽ നമുക്ക് വളരെ പെട്ടെന്ന് 135 കിലോമീറ്റർ ദൂരത്തിലേക്ക് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഗംഭീരമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രൈസ് ഇപ്പം നിലവിൽ 9,69,000 ഇതിൻ്റെ സ്റ്റാർട്ടിങ്. 12,40,000 രൂപയോളമാണ് ഇതിൻ്റെ ടോപ്പ് എൻഡിൽ വരുന്നത്. നേരത്തെ 14 ലക്ഷം ഉണ്ടായിരുന്നു, അത് 2 ലക്ഷം കുറഞ്ഞിട്ടുണ്ട്. ബേസ് വേരിയൻറ്റ് നേരത്തെ 9.9 ലക്ഷമായിരുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ് എക്സ് ഷോറൂം. ഇപ്പോൾ അത് 9.60, അതായത് 30,000 രൂപയോളം കുറവാണ് ആക്ച്വലി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. ബേസ് വേരിയൻറ്റ് ടോപ്പ് എൻഡിലേക്ക് വരുമ്പോൾ 2 ലക്ഷത്തിൻ്റെ വ്യത്യാസവും ഇത് കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ഫീച്ചേഴ്സ് അതിനനുസരിച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, 6 ലക്ഷത്തി സംതിങ്ങിന് ഇത് നമുക്ക് വണ്ടി കിട്ടും. എങ്ങനെയാണെന്നറിയോ? ബാസ് പ്രകാരം, ബാറ്ററി റെന്റ് പ്രകാരം നമുക്ക് ഇതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഒരു ഗംഭീരമായ സംഭവം ടാറ്റ കൊണ്ടുവന്നത് 15 വർഷത്തേക്ക് അൺലിമിറ്റഡ് കിലോമീറ്റർ ബാറ്ററി വാറണ്ടി ടാറ്റ മോട്ടോഴ്സ് കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് ഒരുപാട് ആൾക്കാർക്ക് ടെൻഷനുള്ളൊരു വിഷയമാണ്. ബാറ്ററി പാക്ക് എങ്ങനെയായിരിക്കും, ബാറ്ററി എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ ഒരു കാര്യം ടാറ്റ ഗംഭീരമായിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വരുമ്പോൾ കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനില്ല. 16 ഇഞ്ച് വീലുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു അലോയ് പാറ്റേൺ ഒക്കെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തേക്കുന്നത്. സൈഡ് വ്യൂ മിറർ വിത്ത് ഇൻഡിക്കേറ്റർ ആൻഡ് 360 ഡിഗ്രി ക്യാമറ വ്യൂ. ടാറ്റ ഡോട്ട് EV എന്ന് പറയുന്ന ബാഡ്ജിങ്, ക്ലാഡിങ്ങുകൾ. പിന്നെ ബാക്കിലത്തെ ഡോർ ഓപ്പൺ ചെയ്യുന്നതാ ഇവിടെ. ഇതൊക്കെ തന്നെയും സെയിം ആണ്, വലിയ മാറ്റങ്ങളൊന്നും പറയാനില്ല. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പരസ്പരം കണക്റ്റിംഗ് ആയിട്ട് ഒരു ടെയിൽ ലാമ്പ് യൂണിറ്റ് നമുക്ക് കാണാം. പഞ്ച് ഡോട്ട് EV എന്ന ബാഡ്ജിങ്, 360 ഡിഗ്രി ക്യാമറവിൻ്റെ ഭാഗം. ബമ്പറിനകത്തൊക്കെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്. റിയർ വൈപ്പർ യൂണിറ്റ് ഇവിടെ നമുക്ക് കാണാം. അതുപോലെ ഷാർക്ക് ഫിൻ ആൻറ്റീന കൊടുത്തിട്ടുണ്ട്. ഇനി ബൂട്ട് കേട്ടോ, അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. EV ആയതുകൊണ്ട് അത്യാവശ്യം വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ CNG ഒക്കെ ആകുമ്പോൾ അതിനകത്ത് സിലിണ്ടറിനെ കുറിച്ചൊക്കെ പറയണം, എന്നൊന്നും ആവശ്യമില്ല അല്ലേ. മാനുവലി ഓപ്പറേറ്റിംഗ് ടൈൽ ഗേറ്റ്സ് ആണ്. ഇനി വേറൊരു മാറ്റം കൊണ്ടുവന്നേക്കുന്നത് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യത്തിലാണ്. നേരത്തെ 190 mm ആയിരുന്നു, ഇപ്രാവശ്യം 195 mm ആക്കിയിട്ടുണ്ട്. 5 mm ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളതാണ്. 350 ആയിരുന്നു നേരത്തെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി, ഇപ്രാവശ്യം അത് 450 ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് 100 mm ആ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റിയുടെ കാര്യത്തിൽ കൂടി കൂട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ഫ്ലഡഡ് ആയിട്ടുള്ള ഏരിയയിലും അല്ലെങ്കിൽ ഒരു ചെറിയ വെള്ളക്കെട്ടിലൂടെ ഒക്കെ കടക്കാൻ ഇത് സഹായിക്കും എന്നുള്ളതാണ്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ ഭയങ്കര സേഫ്റ്റി ടെസ്റ്റുകൾ അവർ നടത്തി. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ഒരു ഫയർ ടെസ്റ്റ്, വെള്ളത്തിലുള്ള ടെസ്റ്റ്, അങ്ങനെ കുറേ ടെസ്റ്റൊക്കെ നടത്തിയിട്ട് അതൊക്കെ സെറ്റാണെന്നാണ് അവർ പറയുന്നത്. അത് ഒബ്വിയസ്ലി നമുക്കറിയാം ടാറ്റ സേഫ്റ്റിയുടെ കാര്യത്തിൽ കുറച്ചും കൂടി കൂടുതൽ കൺസേൺ എപ്പോഴും സംസാരിക്കുന്ന ഒരു ടീമാണ് എന്നുള്ളതാണ്. 1360 കിലോഗ്രാമാണ് ഇതിൻ്റെ ടോട്ടൽ കർബ് വെയിറ്റ്. പക്ഷേ നിങ്ങൾ ആലോചിക്കേണ്ട വേറൊരു കാര്യം, നേരത്തെ ഉണ്ടായിരുന്ന ടാറ്റ പഞ്ച് EVക്കും സെയിം കർബ് വെയിറ്റ് തന്നെ ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ബാറ്ററി പാക്ക് കൂടി, സ്റ്റിൽ വെയിറ്റ് സെയിം ആക്കി ബാലൻസ് ചെയ്തിട്ടുണ്ട്. 55% ഫ്രണ്ടിലേക്കും 45% ബാക്കിലേക്കുമാണ്. അപ്പോൾ ബാക്കിലേക്ക് ആളിരിക്കുമ്പോൾ ഏറെക്കുറെ ബാലൻസർ വെയിറ്റ് പോലെ ആയിരിക്കും ഉണ്ടാവുക അല്ലേ. ഇൻറ്റീരിയർ വിശദമായി കാണിക്കുന്നതിന് മുമ്പ് എൻ്റെ കയ്യിലുള്ളത് ഇൻവോൾവ് 1ൻ്റെ സ്പാർക്ക് എന്ന് പറയുന്ന ഒരു ഫ്രാഗ്രൻ്റ് ആണ്. നല്ല രസമുള്ള സ്മെല്ലാട്ടോ. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു കൂൾ സ്മെല്ല് എന്നൊക്കെ പറയില്ലേ, ആ തരത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രീമിയം സ്മെല്ലാണ് ശരിക്കും സ്പാർക്കിനുള്ളത്. ഇപ്പോൾ മസ്കാണ് നമ്മളെപ്പോഴും പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ അടിപൊളി എന്ന് പറയുന്ന ആൾക്കാർ വെറൈറ്റി ട്രൈ ചെയ്യാത്തതുകൊണ്ടാണെന്ന് ഞാൻ പറയും. കാരണം ഒരുപാട് വെറൈറ്റി ഫ്രാഗ്രൻ്റ് വരെ കയ്യിലുണ്ട്. സോ നിങ്ങൾക്കതൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ലിങ്കും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ട്. ഡിസ്കൗണ്ട് കൂപ്പണും താഴെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതൊന്നുകൊണ്ട് എന്തായാലും ഒരു 3 മാസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ, അതിനൊന്നും പ്രശ്നമില്ല. ഉപയോഗിക്കുമ്പോൾ എപ്പോഴും ഇത് ഫുള്ള് തുറന്ന് വെക്കാതിരിക്കുക.
ഇത്ര മാത്രം. ഇത് ഫുൾ ഓപ്പൺ ആണ്, ഇതിങ്ങോട്ട് ക്ലോസ് ചെയ്ത് വെച്ചാൽ മതി. പിന്നെ വേറെ കാര്യം ഉപയോഗിക്കുന്നത് പറയണം എന്ന് പറയുന്ന ആൾക്കാർ ഇതിങ്ങനെ ഡോട്ട് ഇട്ട് വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറഞ്ഞ സ്മെല്ലേ വരുള്ളൂ എന്നുള്ള ഒരു പ്രത്യേകതയും ഉണ്ട് എന്നതാണ്. അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനകത്തുണ്ട്, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വിശദമായിട്ട് വരികയാണ്. ഇൻറ്റീരിയർ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നമുക്കൊരു ഗ്രേ കളർ ഇൻറ്റീരിയർ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. അതിലേക്ക് വിശദമായിട്ട് വരാം. ആദ്യം തന്നെ ഡോർ സൈഡിൽ ഈ ഒരു പ്ലാസ്റ്റിക് ആണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് ഇവിടെ കാണാം. ഈ ഒരു എലമെൻറ്റും പ്ലാസ്റ്റിക് ആണ്. പിന്നെ ഈ ഒരു ബട്ടൺസിൽ കാര്യമായിട്ടുള്ളൊരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഒരു കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ബട്ടൺ പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസ്, മ്യൂസിക് സിസ്റ്റത്തിൻ്റെ ഭാഗം, അവിടെ ഒരു ട്രയാരോ ഡിസൈൻസ്, അത് ടാറ്റിൻ്റെ DN ആണ് ഈ ഒരു ട്രയാരോ ഡിസൈൻസ് അതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി സീറ്റിലേക്ക് വരാം. സീറ്റിലേക്ക് വരുന്ന സമയത്ത് വെന്റിലേറ്റഡ് സീറ്റാണ്. 3 ലെവൽ വെന്റിലേഷൻ ഇവിടെ നമുക്ക് ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കണം. ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. റിക്ലൈനിങ് ഓപ്ഷൻസ്, ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ അതേപോലെ തന്നെ ഇല്ലുമിനേറ്റഡ് സ്റ്റിയറിംഗ് വീലാണ് വന്നിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീലിലേക്ക് വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസ്, അതുപോലെ തന്നെ ലെതർ റാപ്പിംഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി സ്റ്റിയറിംഗ് വീലിൻ്റെ താഴ്ഭാഗത്തായിട്ട് നിങ്ങൾക്ക് പാഡൽ ഷിഫ്റ്റേഴ്സിനെ കാണാം. ഇത് ആക്ച്വലി റീജനിൻ്റെ ഭാഗമായിട്ടാണ്. ലെവൽ 4 കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന റീജനറേഷൻ ഈ വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു ഗ്രീൻ കളർ ടൈമിനകത്ത് ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. ദാറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് രസമായിട്ട് തോന്നി. ഓട്ടോമാറ്റിക് ഡയറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന റിയർ വ്യൂ മിറർ ഇവിടെ കാണാം. ഇത് ബേസ് വേരിയന്റിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ചേഞ്ച് ആവും, ഡെഫിനറ്റ്ലി നമുക്കറിയാലോ. പിന്നെ ഇനി ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ കൺട്രോൾ ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ്. ഇനി ഞാൻ അതിനകത്ത് 360 ഡിഗ്രി ക്യാമറ വ്യൂവിനൊന്ന് പ്ലേ ചെയ്യാമെന്ന് വിചാരിക്കണം. യെസ്, ഇതാണ് 360 ഡിഗ്രി ക്യാമറ വ്യൂ. ഇതിപ്പം ഈ ലൈറ്റ് ഇവിടുന്ന് കാണുന്നതായതുകൊണ്ട് എത്ര ക്ലാരിറ്റി തോന്നാത്തതാണെന്ന് തോന്നണു. കാരണം ഇവിടെ ഫുള്ള് മറ്റേ ഫോക്കസ് ലാമ്പൊക്കെ വെച്ചേക്കണം. അത് നമുക്ക് ഡ്രൈവിൻ്റെ സമയത്ത് വിശദമായിട്ട് പരിശോധിക്കാം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്ലാസ്റ്റിക് എലമെൻ്റാണ്. ഗ്ലോ ബോക്സ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു 3D മെറ്റീരിയലൊക്കെ നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇനി മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഒരു സിംഗിൾ പാൻ സൺറൂഫ് ആക്ച്വലി. പിന്നെ അതിൻ്റെ കൺട്രോൾ യൂണിറ്റും ഇവിടെ നമുക്ക് കാണാം. ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ലാമ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഫിറ്റ് ആൻഡ് ഫിനിഷ് ഭയങ്കര അടിപൊളിയാക്കിയിട്ടുണ്ട്. നല്ല പ്രീമിയം ഫീൽ നിലനിർത്തിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിറ്റ് റേഷ്യോയും അടിപൊളി ആയതുകൊണ്ട് തന്നെ ഡ്രൈവ് കുറച്ചും കൂടി പഞ്ചായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലെറ്റ് സീ ദാറ്റ് ഓൺ ഡ്രൈവിംഗ് ടൈം അല്ലേ. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്കത് വിശദമായിട്ട് പരിശോധിക്കാം. അതിന് മുമ്പ് ഞാനിനി ബാക്ക് സീറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിലെ എഞ്ചിൻ ബേയും ഒന്ന് കാണിക്കാട്ടോ. ഇനി സെൻട്രൽ കൺസോളിനെ കുറിച്ചും കൂടി പറയാം. ഇവിടെ നമ്മളുടെ കൺട്രോൾ യൂണിറ്റുകൾ 360 ഡിഗ്രി ക്യാമറ, ലോക്ക് ആൻഡ് ലോക്ക്, അതുപോലെ തന്നെ ചാർജിങ് പോർട്ട്, ഓപ്പണിംഗ് ബട്ടൺ, ടെമ്പറേച്ചറിൻ്റെ ടോഗിൾ സ്വിച്ചസ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ സെയിം തന്നെയാണ്, വലിയ മാറ്റമൊന്നുമില്ല. ഇവിടെ നമുക്കൊരു വയർലെസ് ചാർജിങ് പോർട്ട് കാണാം. 12 വോൾട്ടിൻ്റെ ചാർജിങ് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടി ടെക്നോളജി ഒക്കെ ഇവർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കുറച്ചുകൂടി ഫാസ്റ്റർ ആക്കിയിട്ടുണ്ട്. 3 ഡ്രൈവ് മോഡുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് കാണാം. അതുപോലെ ആംബ്രസ്റ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലെതറാണ് ആംബ്രസ്റ്റ്. അതിന് താഴ്ഭാഗത്ത് സ്റ്റോറേജ് സ്പേസിനെയും കൊടുത്തിട്ടുണ്ടെന്നുള്ള ഇതൊക്കെ തന്നെ സെയിം ആയിട്ട് നിലനിർത്തിയിട്ടുണ്ട്. കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അതിൻ്റെ വിഷയത്തിൽ കൊണ്ടുവന്നിട്ടില്ല. ഇനി ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ കാണുമ്പോൾ സബ് മീറ്റർ വണ്ടിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ആണ്. ലെഗ് റൂം ഒക്കെ ഇവിടെ ഇങ്ങനെ ഒരു കുനിപ്പുള്ളതുകൊണ്ട് തന്നെ കാല് കുറച്ച് നന്നായിട്ട് വെക്കാൻ പറ്റും. വല്ലാണ്ട് നമുക്ക് നിർത്തി വെക്കാൻ പറ്റില്ല എന്ന് മാത്രമേ ഉള്ളൂ. തൈ സപ്പോർട്ടും ഓക്കെയാണ്. ഇപ്പോൾ എൻ്റെ അത്ര നീളമില്ലാത്ത ഒരാളിരിക്കുമ്പോൾ അയാൾക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. ഇവിടെ നമുക്ക് ആംബ്രസ്റ്റ് കാണാം. അതിനകത്ത് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടില്ല. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് ബാക്കിൽ കൊടുത്തേക്കുന്നത് എന്നുള്ള. ലെതർ സീറ്റുകളാണ്. കാണുമ്പോൾ വെന്റിലേഷൻ പോലെയൊക്കെ ഉണ്ടെങ്കിലും വെന്റിലേഷൻ ഒന്നും ഇല്ല. ബട്ട് സ്റ്റിൽ കൊള്ളാം. നൈസ് അല്ലേ, നൈസ് ഡീറ്റെയിലിംഗ് ആണ്. ഇനി ഇതാണ് അണ്ടർ ദ ഹൂഡ്. ശരിക്കും പറഞ്ഞാൽ .tv ഇവിടെ നമുക്ക് ഇതിൻ്റെ കൺട്രോൾ യൂണിറ്റും അങ്ങനത്തെ കാര്യങ്ങൾ, ഹൃദയം കാര്യങ്ങളൊക്കെയാണ്, ബാറ്ററീൻ്റെ മറ്റ് എക്സ്റ്റൻഷനും കാര്യങ്ങളും. ഇതിനകത്തും കാര്യമായിട്ടുള്ള ചേഞ്ചസ് ടാറ്റ മോട്ടോഴ്സ് വരുത്തിയിട്ടുണ്ട് എന്നതാണ്. അതൊക്കെ ഞാൻ ഡ്രൈവ് ചെയ്ത സമയത്ത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. അവിടെ വരുത്തിയേക്കുന്ന ഒരുപാട് ചേഞ്ചസ് അത് എഫിഷ്യൻസിനെ ബാധിക്കുന്നുണ്ട്, വെയിറ്റിനെ ബാധിക്കുന്നുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ആ ഡിവൈസിനെ മൊത്തത്തിൽ വെയിറ്റൊക്കെ ഇവർ കുറച്ചിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. സോ എന്തായാലും ഇതാണ് ഏറ്റവും പുതിയ ടാറ്റ പഞ്ച് .ev, അതായത് ഏറ്റവും പുതിയ പഞ്ച് EV അല്ലേ. പ്രൈസ് കുറച്ചു, അതോടൊപ്പം തന്നെ ബാറ്ററി കപ്പാസിറ്റി കൂട്ടുകയും ചെയ്തു എന്നുള്ളൊരു പാറ്റേൺ. അതായത് പ്രൈസ് കുറച്ചു, നമുക്ക് വേണ്ട കാര്യങ്ങൾ കൂട്ടി. ശരിക്കും പറഞ്ഞാൽ പ്രൈസ് കുറക്കലും നമുക്ക് വേണ്ടതാണ്. ആ ഒരു പാറ്റേണിലാണ് ശരിക്കും ഏറ്റവും പുതിയ പഞ്ച് EV വന്നിട്ടുള്ളത്. ഇനി ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യും. പിന്നെ ഈ ഒരു മെക്കാനിക്കൽ ചേഞ്ചസ് ഒക്കെ കുറച്ചും കൂടി ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ സമയത്ത് വിശദമായിട്ട് നമുക്ക് ഈ കയറി കുറിച്ച് പരിശോധിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയൊരു ബ്രേക്ക്.